വലിയ തിരക്കാണ് ബസ്സിൽ കയറാനുള്ള തിരക്ക്. എത്ര ബസ്സുകളുണ്ട്? ബസ് 100-ലധികം ബസ് ഇട്ടിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വന്ന് കിട്ടിയാൽ മതി. തീർച്ചയായിട്ടും ആൾക്കാർ വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ വികസന പ്രവർത്തനം നമ്മൾ വളരെയധികം സ്വാഗതം ചെയ്യണം. കേരളത്തിൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് വരുമാനം വരാനുള്ള ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ്. ഇന്ത്യയിലെ ലോകരാഷ്ട്രങ്ങളിൽ അറിയപ്പെടുന്ന ഒരു ഇതാണ്. പക്ഷേ ഇത് കണ്ടില്ലേ, ബസ് എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ആളുകൾ വലിയ സന്തോഷത്തോടെയാണോ? പൂർണ്ണ സന്തോഷത്തിലാണ്. നല്ല ഫുള്ള് തിരക്കാക്കിയിട്ടാണോ ഇവിടുന്ന്? തിരക്കിട്ടാണ് ഇവിടുന്ന്. നിറയെ ആളായി ശേഷത്തിന് ഇവിടുന്ന്. സീറ്റിംഗ് കപ്പാസിറ്റി ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ബസ്സിൽ നല്ല തിരക്കുണ്ട്. ഇപ്പൊ നമുക്ക് കാണാം. എങ്ങനെയുണ്ട്? വിഴിഞ്ഞം കാണാൻ പോവാണോ? പിന്നെ അയൽവാസിയില്ലേ, കുറെ കാലമായിട്ട് കാത്തിരിക്കുകയാണ്. നല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോഴുണ്ടല്ലോ. പിന്നെ സന്തോഷം തന്നെയാണല്ലേ? സന്തോഷം. കുറെ കാലമായിട്ട് കാത്തിരിക്കുകയാണ്. ഇത് കല്യാണത്തിന് പോവാണോ? കല്യാണത്തിനല്ല, ഹാർബർ കാണാൻ പോകണം. വലിയ സന്തോഷത്തിലാണ്. വലിയ സന്തോഷം. വരുമ്പോ ബസ് സൗകര്യം. ഞങ്ങൾ ഈ അടുത്തുള്ള ആൾക്കാരെ, ഈ അടുത്താണ് ഞങ്ങളെ വീട്, ദൂരെയൊന്നും അല്ല. നമുക്ക് പോലെ ഇപ്പൊ ഇങ്ങനെ കാണേണ്ട ഒരു ഇത് വന്നു. ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഈ ആളുകൾക്കൊക്കെ അകത്തേക്ക് പോകാനുള്ള സൗകര്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം കാണാൻ തന്നെയാണോ? ഓക്കെ. ഏതിനാ? ബസ്സിന് പോകാൻ വേണ്ടിട്ട്. ബസ്സിന് പോകാൻ വലിയ സന്തോഷം തന്നെയാണ്. അടിപൊളിയല്ലേ, സൂപ്പർ. ഇന്ത്യയിൽ ഇതുപോലെയുള്ള ഒരു സംഭവം ഇല്ലല്ലേ, ഇത്രയും വലിയൊരു തുറമുഖം. നമ്മളിപ്പോൾ കണ്ടു, ദൃശ്യങ്ങളിൽ കണ്ടു, ആളുകൾ ഓടിച്ചാടി വരികയാണ്. എങ്ങോട്ടേക്കാ? കാണാൻ പോകുന്നത്. ബസ്സിന് സന്തോഷമാണ്, ഹാപ്പിയാണ്. ഞങ്ങള് പോത്തങ്കോട്ടുനിന്ന് വരുന്നതാണ്. വലിയ ഒരുപാട് ദൂരത്ത് നിന്ന്, പോത്തങ്കോട്ട് നിന്ന് ഉൾപ്പെടെ ആളുകൾ വരുന്നു, ദൂര പ്രദേശത്ത് നിന്ന് ഉൾപ്പെടെ ആളുകൾ വരുന്നു. ഇവിടെ വരുന്നവർക്ക്, അതായത് ഈ പ്രധാന ഗേറ്റിൽ നിന്ന് അകത്തേക്ക് വലിയ ദൂരമാണുള്ളത്. അതുകൊണ്ട് തന്നെ ബസ് സൗകര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് പിറകിലോട്ട് നോക്കിയാൽ കാണാം, നിരനിരയായി ബസ്സുകളുണ്ട്. എത്ര ആളുകൾ വന്നാലും അകത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പ്രധാന ഗേറ്റിൻ്റെ പുറത്ത് 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരാണ് നിയമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഗതാഗത കുരുക്കൊന്നും ഇല്ലാതിരിക്കാൻ പോലീസും സജീവമാണ്.